25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സലാത്ത് ദിക്റും ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എൻ്റെ മുമ്പിലുള്ളവർ. ഈ വീഡിയോ കാണാത്തവർ നമ്മുടെ നാട്ടിൽ ആരും കാണത്തില്ല. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ മതഭ്രാന്തന്മാരുണ്ടെന്ന് പറയുന്നതിൽ ഞാൻ ഖേദിക്കുന്നു. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങ് ദൂരെ അമ്മാവോ ഒരു സോഡാ നാരങ്ങ വെള്ളം എടുക്കട്ടോ, ഇതൊക്കെയാണ് ഈ ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം. എന്താണ് ശരിക്കുള്ള പ്രശ്നം? എന്താണ് പ്രശ്നം? ആർക്കാണ് പ്രശ്നം? ദൈവത്തിനാണ് പ്രശ്നം. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വീടിന് വെളിയിൽ ആരും ഇറങ്ങരുത്. വീടിന് വെളിയിൽ ഇറങ്ങിയാൽ സ്വർഗം കിട്ടത്തില്ല. ദൈവം നിങ്ങളോട് ശിക്ഷിക്കും. നിങ്ങൾ എണ്ണയിട്ട് പൊരിച്ചെടുക്കും. ഇങ്ങനെ പറഞ്ഞു വളർത്തും മതം. ഒറ്റ ജീവിതമേ ഉള്ളൂ. അത് ആസ്വദിക്കേണ്ട രീതിയിൽ ആസ്വദിക്കണം. അല്ലെങ്കിൽ നമുക്ക് തന്നെ അതിൽ പിന്നെ കുറ്റബോധം തോന്നും. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അമ്മ പറയുന്നൊരു കാര്യമുണ്ട്. അതൊന്നല്ല പറഞ്ഞു. ഇസ്ലാമിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം പൂർണ്ണമായി പാലിക്കുന്നവരാണ് ഇവരൊക്കെ. അതും കൂടി പറയട്ടെ, ഇവരൊക്കെ പൂർണ്ണമായി പാലിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ മതം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നവരാരുണ്ട് ഈ ലോകത്ത്? എല്ലാ മതവും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന ലോകമാണ് നമ്മൾ കാണുന്നത്. ആദ്യം പറഞ്ഞ ആ മതം മാത്രമല്ല പ്രശ്നം. ഏത് മതവും ടോക്സിക് ആയാൽ നമ്മുടെ ജീവിതത്തെ അത് അഫക്റ്റ് ചെയ്യും. മതത്തെ അമിതമായി വിശ്വസിച്ച് മണ്ടന്മാരാവരുത്. ഏത് മതമാണ്, ഏത് ദൈവമാണ് പറയുന്നത് പൈസ പിടിച്ചെടുക്കാൻ? ഏത് ദൈവമാണ് ഇങ്ങനെയുള്ള വർത്തമാനം പറയാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത്? എന്താ നിങ്ങളൊക്കെ എവിടെ, ഏത് യുഗത്തിലാണ് താമസിക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെന്നാണ് എനിക്കറിയാത്തത്. തമ്മിത്തല്ലുന്ന ആൾക്കാർ, പള്ളിക്ക് വേണ്ടി തമ്മിത്തല്ലുന്ന ആൾക്കാർ, അമ്പലത്തിന് വേണ്ടി തമ്മിത്തല്ലുന്ന ആൾക്കാർ, ഇതൊക്കെ ഏത് ദൈവത്തിന് വേണ്ടിയാണ്? ബുക്കിന് വഞ്ചിക്കുറ്റി എന്തിന്? ഏത് ദൈവത്തിന്? ഇതൊക്കെ ഏത് ദൈവം പറഞ്ഞേക്കുന്നത്? ബുക്കിന് വഞ്ചിക്കുറ്റി വെക്ക്, എനിക്ക് പിടിച്ചിരിക്കുന്ന തരാൻ ഏത് ദൈവം പറഞ്ഞേക്കുന്നത്? ഏത് ദൈവത്തിനാണ് പൈസ വേണ്ടേ? പൈസ തന്നാലേ ദൈവം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുമോ? ഈ മതത്തിന് പുറകെ ചാടിപ്പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കണം ഇതെല്ലാം ഒരു ബിസിനസ്സാണെന്ന്. ഈ മുക്കിന് ഈ വഞ്ചിക്കുറ്റി വെക്കുന്നത് ഏത് വിശ്വാസത്തിന് പേരില്ല? ഏത് ദൈവത്തിന് എന്തിനാ കാശിൻ്റെ ആവശ്യം? ദൈവം എന്താ സ്വർഗത്തിൽ പട്ടിണി നടക്കുകയാണത് ദൈവത്തിന് കാശ് കൊടുക്കുക നമ്മൾ കൊടുക്കാൻ വേണ്ടി? മതത്തിൽ മാത്രം നടക്കുന്ന പ്രശ്നമല്ല. ഇങ്ങനെയുള്ള ആൾക്കാർ എല്ലാ മതത്തിലും ഉണ്ട്. അതാണ് ഏറ്റവും വലിയ രസമെന്ന് പറയുന്നത്. എല്ലാ മതത്തിലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. തമ്മിൽ തല്ലുക ഇവന്മാരെല്ലാവരും കൂടെ. എന്തിന്? ഇത് എല്ലാ മനുഷ്യരും ഒന്നാണ്. ഇതെല്ലാവരും ഒന്നാണ്. നിങ്ങൾ എന്ന് പഠിക്കും? നമ്മളെല്ലാം ഒരു സ്പീഷീസാണ്. നമ്മളെല്ലാം ഹോമോസാപ്പിയൻസാണ് എന്ന് നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കും? ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി തമ്മിൽ തല്ലുന്നേ? ആദ്യം മനുഷ്യരെ തിരിച്ചറിയാൻ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മതത്തിൻ്റെ പുറകെ പോകും. കുംഭമേളയുടെ സമയത്ത് എല്ലാവരും കണ്ടതല്ലേ എത്രമാത്രം പൈസ അതിന് വേണ്ടി മാറ്റിവെച്ചതെന്ന്. അതേ സമയത്ത് നോർത്ത് ഇന്ത്യയിൽ എത്ര സ്ഥലങ്ങളിൽ ആൾക്കാർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ഈ മഴുക്ക് ചാലില് ടോയ്ലറ്റിന്റെ സൈഡിൽ അതിന്റെ മാലിന്യം ഒഴുകുന്ന, ഒരു സ്ഥലത്ത് ടോയ്ലറ്റ് പോകുന്ന അതിന്റെ സൈഡിൽ നിന്ന് കുക്ക് ചെയ്യുന്ന ഈ കുഞ്ഞുങ്ങളൊക്കെ കാണാം. നമുക്കും കുട്ടികളുണ്ട്, എനിക്കും കുഞ്ഞുണ്ട്, ശ്രീത്തിനുണ്ട്, നിങ്ങൾക്കും ഉണ്ട്, രാഹുൽ ഈശ്വരുണ്ട്. നമ്മളാണെങ്കിൽ നമ്മളെ കുട്ടികളെ അങ്ങനെ വളർത്തുമോ? ഈ ചേരിന്റെ അടിയിൽ ടോയ്ലറ്റ് പോകുന്നതിന് സൈഡിൽ കിടന്നുറങ്ങുന്നു. ആ മലമൊക്കെ അതുപോലെ അങ്ങനെ കിടക്കുവാണ്. അതൊക്കെ കണ്ടിട്ട് പിന്നെ എനിക്ക് ആകെ എന്തോ പറയണ്ടേ, ഈ രാജ്യം ഇങ്ങനെയാണോ എന്ന് തോന്നിപ്പോയി. അത്രയ്ക്ക് വൃത്തിയാണ്. നോർത്ത് സ്റ്റേറ്റിൽ പോയിട്ട് ഞാൻ കുറച്ച് ഉള്ളോട്ട് പോകുമ്പോൾ ഒരു മനുഷ്യരെ ജീവിക്കുന്നത് വേണ്ട. ഇതിനകത്ത് എന്തോ പറയണ്ടേ, ഈ പന്നികൾ ഇങ്ങനെ ചെളിയിൽ ഇങ്ങനെ അഴുകി ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അതേപോലെയാണ് കുഞ്ഞുങ്ങളെ പോലും അതുപോലെയാണ് എനിക്ക് തോന്നിപ്പോയത്. കാരണം അത്രയ്ക്കും കഴിക്കാനുമില്ല കുടിക്കാനുമില്ല, അങ്ങനെ അങ്ങ് കിടക്കുവാണ് കുറേ മനുഷ്യര്. എന്തൊരു ദാരിദ്ര്യമുള്ള രാജ്യമാണ്. ഞാൻ വിചാരിച്ചു അതൊക്കെ അവർക്ക് കുറച്ച് പൈസ കൊടുത്താൽ എന്താണ് പ്രശ്നം? നന്മ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇവരെയൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ദൈവത്തിന് വേണ്ടി പൈസ ചിലവാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ദൈവത്തെ ആരാധിച്ചോ അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ മനുഷ്യരെ തിരിച്ചറിയാ അടുത്ത ജന്മത്തിൽ പൂണുനൂലിടുന്ന വർഗത്തിൽപ്പെട്ട് ബ്രാഹ്മണനായി ജനിക്കണം. അസൂയയാണ് ഈ പൂണൂലിട്ട വർഗത്തിനോട്.